ചങ്ങായിമാരെ നമ്മളെ ചാണക സംഖ്യ TG മോഹൻദാസ് ഉണ്ടല്ല കുറെ പുതിയ ഡയലോഗായിട്ട് വീണ്ടും പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് ഈ ചാണക സംഖ്യ പറയുന്നത് എന്താണെന്നറിയാം, മുസ്ലിങ്ങളെ ഇയാൾക്ക് വിമർശിക്കാൻ പറ്റുന്നില്ല പോലും. ഇയാൾക്ക് എന്നല്ല ഇന്ത്യയിൽ ആർക്കുണ്ടല്ല, ഇന്ത്യയിൽ ആർക്കും മുസ്ലിങ്ങളെ വിമർശിക്കാൻ പറ്റുന്നില്ല പോലും. എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഈ ചാണക സംഖ്യ പറഞ്ഞ ആ കാര്യം കേൾക്കാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. മലപ്പുറത്തെ കുറ്റം പറയരുത്, മുസ്ലിങ്ങളെ കുറ്റം പറയരുത്. എന്താ ഇപ്പം മുസ്ലിങ്ങളെ സ്വർണം കൊണ്ടുണ്ടാക്കിയത്? അവരൊക്കെ കുറ്റം പറഞ്ഞാൽ എന്താ? മലപ്പുറത്തെയും മുസ്ലിങ്ങളെയും കുറ്റം പറഞ്ഞാൽ എന്താ കുഴപ്പമെന്നോ? എന്താ കുഴപ്പം? ഒരാൾക്ക് അവർ ചെയ്യുന്നത് കുറ്റമാണെന്ന് തോന്നുന്നു, അയാൾ അത് പറയുന്നു. സോ വാട്ട്? നിങ്ങൾ അയാൾ പറയുന്നത് ശരിയല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് അയാളെ ബോധ്യപ്പെടുത്തുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ഈ TG മോഹൻദാസ് പറയുന്ന കേട്ടതൊന്നും ഇയാളുണ്ടല്ല ജനിച്ച് വീണിട്ട് സംസാരിക്കാൻ തുടങ്ങിയില്ലേ, ആ സംസാരിക്കാൻ തുടങ്ങിയ ശേഷം ഉണ്ടല്ല ഇതുവരെ ഇയാളുണ്ടല്ല മുസ്ലിങ്ങളെ പറ്റി ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല എന്ന്. എന്റെ TG മോഹൻദാസ്, നിങ്ങളുണ്ടല്ല വായ തുറന്ന് സംസാരിക്കാൻ തുടങ്ങിയ സമയം തൊട്ടിട്ടുണ്ടല്ല മുസ്ലിങ്ങളെ കുറിച്ച് പച്ചക്കള്ളും വൃത്തികേടും മാത്രമേ ഇതുവരെ സംസാരിച്ചിട്ടുള്ളൂ. അതായത് നിങ്ങൾ ജീവിക്കുന്നത് തന്നെയല്ല മുസ്ലിങ്ങളെ കുറിച്ച് പച്ചക്കള്ളം പറയാനും തെറി പറയാനും വേണ്ടി മാത്രമാണ്. നിങ്ങൾ മാത്രമാണ് ഇങ്ങനെ മുസ്ലിങ്ങളെ കുറിച്ച് പച്ചക്കള്ളവും വൃത്തികേടും പറയുന്നത്. നിങ്ങളെ സഹോദര സ്ഥാപനമായ വിസർജനം TV വിസർജനം TV, കർമ്മ, ഇവരൊക്കെ ഉണ്ടല്ല മുസ്ലിങ്ങളെ കുറിച്ച് പച്ചക്കള്ളം പറയാനല്ലേ ജീവിക്കുന്നത്. ആ വിസർജനം TV നടക്കുന്ന അന്തിച്ചർച്ചയില്ലേ, ആ അന്തിച്ചർച്ചയിൽ എപ്പോഴെങ്കിലും ഇന്ത്യയിലെ മനുഷ്യന്മാരെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് ഇതുവരെ ചർച്ച ചെയ്തിട്ടുണ്ടോ? അതിൽ ചർച്ച ചെയ്യുന്നത് മൊത്തം ഉണ്ടല്ല മുസ്ലിങ്ങള് ഇതല്ലാതെ അതിൽ വേറെ എന്തെങ്കിലും പേരിൽ നിങ്ങളൊരു ചർച്ച നടത്തിയിട്ടുണ്ടോ? അതിന് കണക്കായിട്ട് ആ വിസർജനം TV ഉണ്ടല്ല നിങ്ങളെക്കാളും വൃത്തികെട്ട വേറെ എടുത്തിട്ടുണ്ടല്ല വിസർജനം നമ്പ്യാർ, അതിനായിട്ട് അതിലുണ്ട്. എന്നിട്ട് ഒരു ഉളുപ്പ് നാണവും അല്ലാതെ വന്നിട്ട് പറയുന്നത് മുസ്ലിങ്ങളെ ഉണ്ടല്ല വിമർശിക്കാൻ പറ്റുന്നില്ലെന്ന്. ഇനി ഞാൻ നിങ്ങൾക്കട്ടല്ല ഈ വൃത്തികെട്ടവൻ പറഞ്ഞ അടുത്തൊരു വൃത്തികേടും കൂടി കേൾപ്പിച്ചു തരാം. അതായത് ഇയാൾ പറഞ്ഞത് ഇന്ത്യയിലുണ്ടല്ല ജാതീയത ഉണ്ടാക്കുന്നത് മുസ്ലിങ്ങളാണ് പോലും. അതായത് ഈ രാജ്യത്ത് ജാതിയുടെ പേരിൽ തമ്മി തല്ലിക്കുന്നത് മുസ്ലിങ്ങളാണ് പോലും. ഞാൻ വെറുതെ പറഞ്ഞല്ല, ഈ വേട്ടാവളിനുണ്ടല്ല ഇയാളെ വൃത്തികെട്ട വായി കൊണ്ട് പറഞ്ഞതാണ് ആ കാര്യം. നിങ്ങൾ കേട്ടു നോക്ക്. കേരളത്തിലെ ഒരു അജണ്ട ഉണ്ടല്ലോ, അതായത് മുസ്ലിം പിന്നെ ഹിന്ദു പിന്നോക്ക ദളിത് വിഭാഗം ഇവർ തമ്മിൽ ഒരു ഐക്യപ്പെടാനുള്ള കാരണം അതായത് അതിനുവേണ്ടി ശ്രമിക്കുന്നതാണ്. മുസ്ലിങ്ങൾക്ക് തന്നെത്താനെ കേരളം പിടിച്ചെടുക്കാൻ സാധ്യമല്ല. അപ്പൊ അതിന് വേണ്ടത് ഹിന്ദുക്കളിലെ ദളിത് പിന്നോക്ക വിഭാഗങ്ങളെ കൂടെ എടുക്കുക. അപ്പൊ അതിനായിട്ട് ഈ ജാതി ഇങ്ങനെ കത്തിച്ചു നിർത്തണം. അല്ല ഇപ്പൊ എന്നെ ആരും ഒന്നും ചെയ്യുന്നില്ല ചേട്ടാ, ഇപ്പൊ നിന്നെ ചെയ്യുന്നില്ല, പക്ഷെ 19-ാം നൂറ്റാണ്ടിൽ നിന്റെ അപ്പൂപ്പനോട് ചെയ്തതോ അത് മറക്കാമോ? അതാണ് ചെയ്യുന്നത്. അപ്പൊ 19-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെ ചെയ്തിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവനിൽ ഒരു പെർസിക്യൂഷൻ മാനിയാണ് ഉണ്ടാക്കുക, എന്നിട്ട് ഇവനെ കൂടെ കൂട്ടത്തിലെടുക്കുക. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പൊളിറ്റിക്കൽ പ്രവർത്തനമാണ്. യു ഡിവൈഡ് യുവർ എനിമീസ്, യുണൈറ്റ് യുവർ ഫ്രണ്ട്സ് ആൻഡ് വിൻ ദ ഇലക്ഷൻ. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തോ അത് തുടർന്ന് പോകുന്നതാണ്. നിങ്ങൾ കേട്ടല്ല, ഇന്ത്യ പിടിച്ചെടുക്കാൻ വേണ്ടി മുസ്ലിങ്ങളാണ് പോലും ദളിതനുണ്ടല്ല ഉന്നത കുലക്കാർ ആക്രമിക്കുന്നുണ്ടെന്ന് വെറുതെ പറഞ്ഞു കിടക്കുന്നത്. നിനക്കിതൊക്കെ എങ്ങനെ സാധിക്കുന്ന TG മോഹൻദാസ്? ഇന്ത്യയിൽ ആകമാനം പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ടല്ല ദളിതനുണ്ടല്ല ഉന്നത കുലക്കാർ ആക്രമിക്കുന്ന വീഡിയോസ് ഒരു ദിവസം ഉണ്ടല്ല 10-15 പുറത്തു വരുന്നത്. എന്നിട്ട് ഈ വേട്ടാവളിയും ചാണക സംഖ്യ പറയുന്നത് അതൊക്കെയല്ല മുസ്ലിങ്ങൾ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതെന്ന്, ഇന്ത്യ പിടിച്ചെടുക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന കള്ളാണ് അതൊക്കെയെന്ന്. എത്ര ഇടിയും പിന്നിലും വെറുതെ പാഴായി പോകുന്നതിന്റെ ദൈവമേ, ഒന്നുപോലും നിങ്ങൾക്ക് കേട്ടില്ല ഈ ചങ്ങായിന്റെ അടുത്തേക്ക് ഇടാൻ പറ്റുന്നില്ലല്ലോ. ഇനി ഞാൻ നിങ്ങൾക്ക് കേട്ടില്ല മുസ്ലിങ്ങളെ വിമർശിക്കാൻ പറ്റുന്നില്ല എന്നുള്ള പച്ചക്കളുണ്ടല്ല ഈ വേട്ടാവളിയും പറഞ്ഞതിന് നമ്മൾ അൻസാരി ഉസ്താദ് ഉണ്ടല്ല ഈ വേട്ടാവളിന് നല്ലൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. ഉസ്താദ് ഈ വേട്ടാവളിന് കൊടുത്ത അതിമനോഹരമായ മറുപടി നമുക്കൊന്ന് കേട്ടാലോ? ഹിന്ദുക്കളെ വിമർശിക്കാം, ക്രിസ്ത്യാനികളെ വിമർശിക്കാം, മുസ്ലിമിനെ വിമർശിക്കുക. എന്താ ഇപ്പം മുസ്ലിങ്ങളെ സ്വർണം കൊണ്ടുണ്ടാക്കിയത്? ഹിന്ദു മതത്തെ വിമർശിക്കാം, ക്രിസ്തീയ മതത്തെ വിമർശിക്കാം, പക്ഷേ ഇസ്ലാമിനെ മാത്രം വിമർശിക്കാൻ പറ്റത്തില്ല. TG സാറേ, ഈ പറഞ്ഞത് ഒരു വിമർശനമല്ലേ? ഇസ്ലാമിനെ വിമർശിക്കാൻ പാടില്ല എന്ന ഭയപ്പെടുത്തലും ഒരു ഇസ്ലാം വിമർശനമല്ലേ? ഞാനിപ്പോൾ ഇതിന് മറുപടി പറയുന്നത് ഒറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് മറുപടി പറയാൻ പാടില്ലാത്തതാണ്. മരിക്കുന്നതിന് മുമ്പെങ്കിലും നിങ്ങൾ ഒരു സമയം ഒരു നിമിഷമെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ ചിന്തിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയാം. സാറേ, ഇവിടെ കേരളത്തിൽ ഒരുപാട് ആളുകൾ വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ മുസ്ലിമീങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ എപ്പോഴെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒരു മുസ്ലിമാൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഒന്ന് പരിശോധിക്കുക. അതിനകത്ത് എവിടെങ്കിലും ഹിന്ദു വിമർശനം, ക്രിസ്ത്യൻ വിമർശനം, ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള പോരാട്ടം, ഹിന്ദുക്കൾക്കെതിരെയുള്ള പോരാട്ടം, ഇങ്ങനെ എന്തെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പുണ്ടോ, ഫേസ്ബുക്ക് പേജുകളുണ്ടോ? നിരന്തരമായി ഒരു ദർശനത്തെ എതിർക്കാൻ, ക്രിസ്തീയ വിശ്വാസങ്ങളെ എതിർക്കാൻ, അവരുടെ ആശയങ്ങളെ അവഹേളിക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു പേജ്, അതിനുവേണ്ടി നിരന്തരമായി നിലനിൽക്കുന്ന ആളുകൾ, അതിന്റെ വാക്താക്കളായി നിലനിൽക്കുന്ന ആളുകൾ, അതിന്റെ പാർപ്പിടമായി നിലനിൽക്കുന്ന ആരെങ്കിലും TG സാറിന് അറിയോ? എന്നാൽ സാറേ, നിങ്ങളുടെയൊക്കെ വാട്സപ്പ് തുറന്നാൽ ആയിരക്കണക്കിന് ഇസ്ലാം വിമർശനത്തിന്റെ കുത്തക അത് മാത്രമേ അതിനകത്ത് വരുള്ളൂ. 24 മണിക്കൂർ ഈ മുസ്ലിമും ഇസ്ലാമും തന്നെ ചർച്ച. അങ്ങനെ എത്ര ഗ്രൂപ്പുകൾ നിലവിലുണ്ട്. ഫേസ്ബുക്കിൽ എത്ര പേജുകളുണ്ട്, എത്ര ഫേക്ക് അക്കൗണ്ടുകളുണ്ട് ഇസ്ലാമിനെ വിമർശിക്കാൻ. എന്നിട്ടും ഞങ്ങൾ ആരെങ്കിലും മുസ്ലിമും ഇസ്ലാമും അപകടത്തിലാണെന്ന് പറഞ്ഞ് നിങ്ങൾ കാണാറുണ്ടോ? ഇല്ല. നിങ്ങൾ ഇങ്ങനെയൊക്കെ വിമർശിച്ചിട്ടും, നിങ്ങൾ ഇങ്ങനെല്ലാം വിമർശിച്ചിട്ടും നിങ്ങൾ ഭയപ്പെടുന്ന എന്താണ്? നിങ്ങളുടെ ആശയങ്ങളിൽ നിന്ന് ആളുകൾ മറ്റൊരു ആശയത്തിലേക്ക് പോകുന്നു എന്നുള്ള ഭയപ്പാടില്ല നിങ്ങൾക്ക്.
ഞങ്ങൾ അങ്ങനെങ്കിലും ആളുകൾ ഇങ്ങനെ വിട്ടുപോകുന്നു, മറ്റു ആശയങ്ങളിലേക്ക് പോകുന്നുള്ള ഭയപ്പാടുണ്ടോ? ഇനി ഇതെല്ലാം പോട്ടെ, ടി.ജി. സാറിന് ചിന്തിക്കാൻ വേണ്ടി വേറും ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. ഇന്ന് ഇസ്ലാം വിമർശകനായി നിങ്ങൾ കൊണ്ടു നടന്ന് ആഘോഷിക്കുന്ന ആരിഫ് ഹുസൈൻ അല്ലെ, അദ്ദേഹം ഇസ്ലാമുമായി അദ്ദേഹത്തിന് ഇത് ബന്ധമൊന്നും അറിയത്തില്ല. ഖുർആൻ അറബി ഉച്ചാരണം പോലും കൃത്യമായിട്ട് അറിയാത്ത ആളാണ്. എന്നാൽ അദ്ദേഹത്തിന് ഇസ്ലാമിൽ ഏതെങ്കിലും തരത്തിലുള്ള വിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ടോ ഇസ്ലാമിന്റെ ശരീഅത്തുമായി ബന്ധപ്പെട്ടോ ഒരു ബിരുദം പോലും അദ്ദേഹത്തിനില്ല അല്ലെ, ഓക്കെ അല്ലേ? എന്നാൽ ബഹുമാനപ്പെട്ട ടി.എസ്. ശ്യാംകുമാർ, അദ്ദേഹത്തിന് സംസ്കൃതത്തിൽ, എന്റെ അറിവ് അനുസരിച്ച് പറയാണ്, സംസ്കൃതത്തിൽ ബിരുദമുള്ള ആളാണ് അല്ലെ, അതിമനോഹരമായി ഹിന്ദു വിമർശനം നടത്തുന്ന ആളാണ്. ഞങ്ങൾ ആരെങ്കിലും ടി.എസ്. ശ്യാംകുമാറിനെ കൊണ്ടുവന്ന് ആഘോഷിക്കുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ നല്ല ആശയങ്ങൾ നമ്മൾ പങ്കുവെക്കാറുണ്ട്, ചിലപ്പോൾ ഷെയർ ചെയ്യും, അത് കേൾക്കും. അത് മൊത്തത്തെ ഇന്ത്യയുടെ പൊളിറ്റിക്സ്, ഇന്ത്യയുടെ രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പങ്കുവെക്കാറുള്ളൂ. അദ്ദേഹം ഹിന്ദു മതത്തെ വിമർശിച്ചുകൊണ്ട് എന്തെങ്കിലും പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കാറുണ്ടോ, പങ്കുവെക്കാറുണ്ടോ? അദ്ദേഹത്തിന് ഞങ്ങൾ വേദി കൊടുത്തിട്ട് നിങ്ങൾ ഹിന്ദുവിനെ വിമർശിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ കൊണ്ട് നടക്കാറുണ്ടോ? ഇല്ല, അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടില്ല. എന്നാൽ ആരിഫ് ഹുസൈന് വേദി കൊടുക്കുന്നവരാ? ആരിഫ് ഹുസൈനെ കൊണ്ട് നിരന്തരമായി എന്തെല്ലാം തരത്തിലുള്ള പ്രയോഗങ്ങൾ ഇസ്ലാമിനെയും മുസ്ലിങ്ങൾക്ക് ഏറ്റവും അധികം വേദന ഉണ്ടാകുന്നത് അവരുടെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്രത്തോളം അവഹേളിക്കാമോ അത്രത്തോളം തരംതാന്ന പ്രയോഗം. നിങ്ങൾ മാത്രമല്ല, ഗുരുമൂർത്തിയില്ലേ, അദ്ദേഹം അടക്കമുള്ള ആളുകൾ ജനൻ ടി വിയിൽ വന്ന് പച്ചക്ക് തോന്നിയാസം പറയല്ലേ. ഞങ്ങൾ ഇതെല്ലാം കേട്ടിട്ട് ഇന്ന് വരെ ഒരു മുസൽമാൻ രാമനെയോ കൃഷ്ണനെയോ നിങ്ങളുടെ ഏതെങ്കിലും ദർശനങ്ങളെയോ ഞങ്ങൾ ആരെങ്കിലും അവഹേളിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞങ്ങളുടെ പണ്ഡിതന്മാർ മഹാസമ്മേളനം നടക്കുന്നു, ലക്ഷങ്ങൾ കൂടുന്ന അത്തരം സമ്മേളനം നിങ്ങൾ ഇതുവരെ നടത്തി നമ്മൾ കണ്ടിട്ടില്ല. ലക്ഷങ്ങൾ കൂടുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഏതെങ്കിലും ഒരു സംഘടന നടത്തുമ്പോൾ പോലും ലക്ഷങ്ങൾ പങ്കെടുക്കുന്നത്. അവരുടെ മുമ്പിൽ നടത്തുന്ന പ്രസ്താവനകൾ, ബഹുമാനപ്പെട്ട എ പി ഉസ്താദാണെങ്കിലും ജിഫ്രി തങ്ങളാണെങ്കിലും ഇസ്ലാമിലെ മറ്റ് സംഘടനകൾ, അവരുടെ പണ്ഡിതന്മാരുടെ നേതൃത്വം ആ ജനങ്ങളോട് ഉദ്ബോധിപ്പിക്കുന്ന പ്രസംഗമെങ്കിലും ബഹുമാനപ്പെട്ട ടി സാറിന് കേട്ടു നോക്കും. എത്ര മനോഹരമായാണ് അവരുടെ ഇസ്ലാമിക സിദ്ധാന്തങ്ങളെ, ആശയങ്ങളെ, അച്ചടക്കങ്ങളെ, സ്വൽസ്വഭാവത്തെക്കുറിച്ച്, സവിശേഷമായ ജീവിതത്തെക്കുറിച്ച്, അങ്ങനെ ആയെങ്കിൽ മാത്രമേ നന്നായിട്ട് ജീവിക്കാനും മരിക്കാൻ കഴിയൂ എന്ന നിതാന്ത ദർശനത്തെക്കുറിച്ച് ഞങ്ങളോട് പറയുന്നു. നിങ്ങളുടെ വിഷയം എന്താണ്? നിങ്ങളൊക്കെ സമ്മേളനം വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അപകടത്തിലാണ്, ദേ വരുന്നു മുസ്ലിമാൻ, അവൻ ഇപ്പൊ രാജ്യം പിടിച്ചടക്കും. ഇതല്ലേ നിങ്ങളുടെ ചർച്ച? നിങ്ങൾ എന്തിനാണ് ഈ ഭയപ്പെടുന്നത്? അറിയാൻ ചോദിക്കാൻ. നിങ്ങൾ ഭരണം നിങ്ങളുടെ കയ്യിൽ, അധികാരം നിങ്ങളുടെ കയ്യിൽ, പട്ടാളം നിങ്ങളുടെ കയ്യിൽ, പോലീസ് നിങ്ങളുടെ കയ്യിൽ, എന്നിട്ട് നിങ്ങൾ ഭയപ്പെടുകയാണ്. എന്നിട്ട് നിങ്ങൾ പറയാണ് ഇസ്ലാമിനെ വിമർശിക്കാൻ പാടില്ല. നിങ്ങൾ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ നിരന്തരമായി ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇതൊന്നും ഒരു രോമത്തിന് തട്ടുന്ന സംഗതിയല്ല. സാറ് മനസ്സിലാക്കുക. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഈ പറയപ്പെട്ട ജാമിദയാണെങ്കിലും രോമസിംഹമാണെങ്കിലും ഇവരൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾ ഈ പണിയെ നടത്തില്ല. എന്താ ഇതിന്റെ ആഫ്റ്റർ റിസൾട്ട്? ജനൻ ടി വിയിൽ കൊണ്ടുവന്ന് ജാമിദയെ സംസാരിപ്പിച്ചു. വളരെ വൃത്തികെട്ട സംസാരങ്ങൾ, അവർ അങ്ങേയറ്റം വൃത്തികെട്ട സംസാരം സംസാരിക്കുക. ഇതെല്ലാം പറഞ്ഞു വെച്ചിട്ട് മുസൽമാനും ഇസ്ലാമിനും എന്ത് സംഭവിച്ചു? ടി സാറേ, ഈ ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം ലോകത്ത് അതിന്റെ അവസാന പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ജനങ്ങളിലേക്ക് ആ ഇസ്ലാം കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ, അവരിലേക്ക് പങ്കുവെക്കുമ്പോൾ, അതിന്റെ ഒന്നാമത്തെ ഘട്ടം മുതൽ തന്നെ അക്രമം, ആശയപരമായ അക്രമം, ആയുധപരമായ അക്രമങ്ങളൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വിമർശനങ്ങളും അക്രമങ്ങളും സായുധ അക്രമങ്ങളും ഒക്കെ ഈ നാട്ടിൽ നടന്നിട്ടും ഞങ്ങൾ അതിനെയൊക്കെ ഏത് രൂപത്തിലാണ് നേരിട്ടിട്ടുള്ളൂ എന്ന് ചരിത്രം പഠിച്ചാൽ മാത്രം മതി. ചെങ്കിസ് ഖാൻ എത്ര ആളുകളെ കൊന്നു? ചെങ്കിസ് ഖാന്റെ പടയോട്ടത്തിൽ എത്ര മില്യൺ മനുഷ്യരാണ്, മുസ്ലിമീങ്ങളാണ് മരണപ്പെട്ടു പോയത്? ഒരു നദിയുടെ കരയിൽ നിന്ന് ആ കൈക്കുഞ്ഞുങ്ങളുടെ വിളിയാളങ്ങൾ, ചരിത്രം പറയുന്നത് കിലോമീറ്ററുകൾ ദൈർഘ്യമുള്ള പുഴക്കക്കരയിൽ നിന്ന് കുട്ടികളുടെ, ചെങ്കിസ് ഖാന്റെ പടയോട്ടത്തിൽ അമർന്നുപോയ ഉമ്മമാരുടെ, പാല് കുടിക്കുന്ന കുട്ടികളുടെ വിളിയാളങ്ങൾ കേട്ട് മരവിച്ചു പോയ മനുഷ്യരുണ്ട്. എന്നിട്ടും കൊന്നു തീർക്കാൻ കഴിഞ്ഞോ? ഇല്ല. ഒരിക്കലും സത്യത്തെ കൊന്നു തീർക്കാനോ തിന്നു തീർക്കാനോ കഴിയില്ല എന്നുള്ളത് ടി.ജി. സാറ് മനസ്സിലാക്കി വിട്ടത് വളരെ നല്ലതാണ്. താലയിൽ ചാണകവും വർഗീയതയും മാത്രം കൊണ്ടുവെക്കുന്ന ഈ വേട്ടവളയുണ്ടല്ലോ, എവിടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് സാർ ഉസ്താദെ? ഇയാളെ പോലുള്ളവരെയൊക്കെ ഉണ്ടല്ലോ ജീവിതകാലം മുഴുവൻ ഉണ്ടല്ലോ സംസാരിക്കാൻ വിടാതെ ഉണ്ടല്ലോ ജയിലിനുള്ളിൽ പിടിച്ചിടണം. അങ്ങനെ ഇയാളെ കിട്ടാൻ മാത്രമേ നമ്മളെ നാട്ടിലുണ്ടല്ലോ സമാധാനം ഉണ്ടാവും. 24 മണിക്കൂർ മുസ്ലിങ്ങളെ കുറിച്ച് മാത്രം ചിന്തിച്ച്, മുസ്ലിങ്ങളെ കുറിച്ച് മാത്രം പച്ചക്കളം പറഞ്ഞിട്ട് ഈ വേട്ടാവളിന് ഇവരെ പോലത്തെ ചാണക സംഖ്യകളും പറയുന്നത് മുസ്ലിങ്ങളെ ഉണ്ടല്ലോ ഇന്ത്യയിൽ മുസ്ലിങ്ങളെ തീരെ വിമർശിക്കാൻ പറ്റുന്നില്ലെന്ന്. എന്തായാലും ഈ ചാണക സംഖ്യക്ക് അടിപൊളി മറുപടി കൊടുത്ത എന്റെ അൻസാരി ഉസ്താദിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.